ഇറാഖിൽ പുനരുദ്ധാരണം പൂർത്തിയാക്കിയ അവർ ലേഡി ഓഫ് ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, അവർ ലേഡി ഓഫ് ദി അവർ എന്നീ ദേവാലയങ്ങൾ തുറന്നു. ദേവാലയ കൂദാശ തിരുക്രമങ്ങളിൽ പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി പങ്കുചേർന്നു. ഇറാഖി ക്രൈസ്തവർക്ക് പുതുപ്രതീക്ഷ പകർന്നാണ് ദേവാലയം തുറന്നത്. ഇറാഖിലെ മൊസൂൾ നഗരത്തിൽ കത്തോലിക്ക വിശ്വാസികൾക്കായി നിർമ്മിച്ച അൽ തഹേരെ ചർച്ച് എന്നറിയപ്പെടുന്ന അവർ ലേഡി ഓഫ് ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, അവർ ലേഡി ഓഫ് ദി അവർ എന്നീ ദേവാലയങ്ങൾ പൂർണ്ണമായ പുനരുദ്ധാനത്തിന് ശേഷം വീണ്ടും തുറന്നു. സെപ്റ്റംബർ 1 തിങ്കളാഴ്ച നടന്ന ദേവാലയ കൂദാശ തിരുക്കർമ്മത്തിലും മറ്റ് ചടങ്ങിലും പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയും നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരും പുനർനിർമ്മാണത്തെ പിന്തുണച്ച സംഘടനകളുടെ പ്രതിനിധികളും വിശ്വാസികളും പങ്കെടുത്തു. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളും ആഭ്യന്തര യുദ്ധവും ഏൽപ്പിച്ച മുറിവുകളിൽ നിന്ന് മുക്തി നേടിവരുന്ന ഇറാഖി ക്രൈസ്തവർക്ക് പുതുപ്രതീക്ഷ പകർന്നാണ് ദേവാലയം തുറന്നത്. മൊസൂളിന്റെയും അതിന്റെ പരിസര പ്രദേശങ്ങളുടെയും സിറിയക് കത്തോലിക്കരുടെയും ബിഷപ്പായ ആർച്ച് ബിഷപ്പ് ബെനഡിക്ടസ് യൂനാൻ ഹന്നോ ഇറാഖി പൈതൃകത്തോട് കാണിക്കുന്ന അതേ കരുതൽ ക്രിസ്ത്യൻ ജനതയെ പുനർനിർമ്മിക്കുന്നതിനും നൽകണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. നിനവയിലെ ജനങ്ങൾക്ക് സർക്കാരിന്റെ പരിചരണവും ശ്രദ്ധയും ആവശ്യമാണ്. ഇറാഖിൽ ഇന്ന് ഏകദേശം 80% ക്രിസ്ത്യാനികളും അവകാശ ലംഘനങ്ങളും നിഷേധവും അനുഭവിക്കുന്നുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് ഹാനോ അഭിപ്രായപ്പെട്ടു. പലരും നാടുകടത്തപ്പെടാൻ നിർബന്ധിതരാകുന്നു. ഇറാഖി ക്രിസ്ത്യാനികൾ നിർബന്ധിതമായി കുടിയേറി കണ്ണീരിലും വേദനയിലും അവർ തങ്ങളുടെ മാതൃരാജ്യത്തെ ഉപേക്ഷിച്ചു. ഇറാഖിനെ വീണ്ടും ഒരു മനോഹരമായ രാജ്യമായി കാണാനും മറ്റു സമുദായങ്ങളിൽ നിന്നുള്ള സഹോദരങ്ങൾക്കൊപ്പം ക്രിസ്ത്യൻ കുട്ടികളെയും സ്വീകരിക്കുവാൻ കഴിയുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസംഗത്തിന് ശേഷം ആർച്ച് ബിഷപ്പ് ഹാനോയും അൽ സുഡാനിയും മറ്റു പങ്കാളിയും ചേർന്ന് പള്ളിമണി മുഴക്കുകയും സമാധാനത്തിന്റെ പ്രതീകമായ ഒലിവ് തൈ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പ്രധാനമന്ത്രിയും സംഘവും ഡൊമിനിക്കൻ ആശ്രമത്തിൽ പുനരുദ്ധാരണം പൂർത്തിയാക്കിയ അവർ ലേഡി ഓഫ് ദി അവർ ചർച്ച് ദേവാലയ കൂദാശയിലും പങ്കെടുത്തു. ഷക്കീന ന്യൂസ്.